ചില മനുഷ്യർ ഈച്ചകളെ പോലെയും മറ്റു ചിലർ തേനീച്ചകളെ പോലെയുമാണ്. നമ്മൾക്കറിയാം, മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾക്കിടയിൽ നമ്മൾ തേനീച്ചകളെ കണ്ടാൽ അത് എപ്പോഴും ഒരു പൂവിൽ ചെന്ന് ശാന്തമായി ഇരുന്ന് അതിലെ തേൻ നുകരുവാൻ ശ്രമിക്കും. എന്നാൽ ഈച്ചകളാകട്ടെ ആ പൂന്തോട്ടത്തിൻ്റെ മുക്കിലും മൂലയിലും കുമിഞ്ഞുകൂടി കിടക്കുന്ന ഏതെങ്കിലും ഒരു പാഴ്വസ്തുവിലോ അളിഞ്ഞു നാറി ചീഞ്ഞു തുടങ്ങുന്ന ഏതെങ്കിലും ഒരു വസ്തുവിലോ അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതവിടെ പോയിരിക്കുകയും ഒപ്പം ഒരു കൂട്ടം ഈച്ചകളെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യാറുണ്ട്. ആ അളിഞ്ഞു ചീഞ്ഞു നാറുന്ന വസ്തുവിന് ചുറ്റും ബഹളം കൂട്ടി വട്ടമിട്ട് പറക്കുന്ന ഒരു കൂട്ടം വളരെ പെട്ടെന്ന് അവിടെ സൃഷ്ടിക്കപ്പെടും. എന്നാൽ ശാന്തമായിട്ട് തേൻ നുകരുന്ന തേനീച്ചകൾ അത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥിതി പാലിക്കുന്നവരാണ്. അവർ കൂട്ടിയിരിക്കുന്ന തേനീച്ച കൂട്ടിനുള്ളിൽ 50,000 മുതൽ 60,000 വരെ തേനീച്ചകൾ ഒന്നിച്ച് പാർക്കുന്നു. അവരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ തേനീച്ചക്കൂട് സംരക്ഷിക്കുന്നു. തേനീച്ചകളുടെ രാജ്ഞി മുട്ടയിട്ട് അടയിരിക്കുന്നു. അത് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കുവാൻ ആ ഗ്രൂപ്പിൽ തന്നെ തേനീച്ചകളുടെ ഒരു കൂട്ടം കെയറിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. തേനീച്ചകളുടെ കൂട് വൃത്തിയാക്കുവാനായിട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ ക്ലീനേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം പ്രവർത്തിക്കുന്നു. പ്രൊട്ടക്ഷന് വേണ്ടി ഒരു വിഭാഗം ആർമീസ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു തേനീച്ചകളുടെ സംസ്കാരം നമ്മൾ നോക്കുവാണെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടി ഒട്ടനവധി തേനീച്ചകൾ ഒരു പ്രശ്നവുമില്ലാതെ അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഈച്ചകളാവട്ടെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ എത്ര നല്ലതും നന്മയും നിറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും അത് എപ്പോഴും അഴുകിയ വസ്തുക്കളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റുള്ളവയെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മനുഷ്യരെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലാണെങ്കിലും ഇതുപോലെ ഈച്ചകളും തേനീച്ചകളും ഉണ്ടാവും. എത്ര കഷ്ടപ്പെട്ട് നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വലിയ കുടുംബ യോഗം അല്ലെങ്കിൽ വലിയൊരു പാർട്ടി സംഘടിപ്പിച്ചാലും എന്താണോ കുറവുണ്ടായത്, അതിലെ പ്രശ്നങ്ങൾ എന്താണോ അത് ഫോക്കസ് ചെയ്ത് അതിനെ വിമർശിച്ച് അത് മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഉത്സാഹം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ചുറ്റും അതേ സ്വഭാവമുള്ള അതേ വൈബുള്ള കുറേ ആൾക്കാരും കൂടെ കൂടിച്ചേരും. അത് ഏത് മേഖലകളിലാണെങ്കിലും ആ ഒരു സംസ്കാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കുടുംബത്തിലും പ്രവർത്തന മേഖലകളിലും സമൂഹത്തിലും എന്ത് നന്മകൾ ആരൊക്കെ ചെയ്താലും അതൊന്നും കാണാതെ, അതൊന്നും സ്പ്രെഡ് ചെയ്യാതെ, അതിനെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ എവിടെയാണോ വിമർശിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു പഴുത് കിട്ടുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ കണ്ടെത്തി അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിൽ ആനന്ദം കാണുന്ന ചീഞ്ഞു നാറുന്ന സംസ്കാരമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. സത്യത്തിൽ ഈച്ചകളും തേനീച്ചകളും പോലെ തന്നെയാണ് മനുഷ്യരുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും. ഒട്ടനവധി മനുഷ്യർ കഷ്ടപ്പെട്ട് കുടുംബവും സമൂഹവും അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളുമൊക്കെ അവരുടെ ഹാർഡ് വർക്കോടുകൂടി അവർ മുമ്പോട്ട് പോകുമ്പോൾ ഏതെങ്കിലും കുറച്ച് ആളുകൾ അതിനെ വിമർശിച്ച് അതിനെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ പോസിറ്റീവ് വൈബ് തന്നെ അവിടെ ഇല്ലാണ്ടാവുകയാണ്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ആരാണോ അതേ വൈബായിരിക്കും നമുക്കും ഉള്ളത്, അതേ ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മളിലും ഉണ്ടാവുക. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് തരത്തിലുള്ള ആളുകളാണോ നമ്മുടെ കൂടെ സഹവാസമുള്ളത് അതേ ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മളിലും ഉള്ളത്. മറ്റുള്ളവർക്ക് ഈസിയായിട്ട് നമ്മളെ വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതമാകുന്ന മനോഹരമായ ഉദ്യാനത്തിൽ നമ്മൾക്കും മറ്റുള്ളവർക്കും ഈക്വലായിട്ട് പറന്നു നടക്കാനുള്ള സാഹചര്യമുണ്ട്. പൂക്കളെ കണ്ടെത്തണമോ അതോ ചീഞ്ഞു നാറുന്ന വസ്തുക്കളിൽ പോയി ഇരിക്കണമോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികളെ ആശ്രയിച്ചിരിക്കും. മനോഹരമായ പൂക്കളിലെ തേൻ നുകരുവാൻ തേനീച്ചകൾ കാണിക്കുന്ന ഉത്സാഹം പോലെ അവരുടെ ജീവിത വ്യവസ്ഥിതിയെ ചിട്ടയോടും അടുക്കോടും മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ ഒരു കഠിന പ്രയത്നവും ആറ്റിറ്റ്യൂഡും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാം. ചീഞ്ഞു നാറുന്ന സംസ്കാരത്തെ മാറ്റാം. കുറവുകളും കുറ്റങ്ങളും കേൾക്കുവാൻ വേണ്ടി മാത്രം നമ്മുടെ കാതുകളും കണ്ണുകളും അതിലേക്ക് തുറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു.